ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ആദ്യത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം: ന്യൂഡൽഹി. മ്യൂസിയത്തിന്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസ്. 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മ വരച്ച ചിത്രം. ഉത്തരം: മോഹിനി. നാസയുടെ ചാന്ദ്രദൗത്യമായ ആർടെമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ആര്? ഉത്തരം: ഡോക്ടർ അനിൽ മേനോൻ. 2024 ലോക ഭൗമദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത്. ഉത്തരം: ന്യൂഡൽഹി. 2024 നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി താരം. ഉത്തരം: സഞ്ജു സാംസൺ. ശ്രീശാന്തിന് ശേഷം T20 ലോകകപ്പിൽ ഇടം നേടുന്ന മലയാളിയാണ് സഞ്ജു സാംസൺ. 2024 ഏപ്രിലിൽ പ്രളയത്തിൽ തകർന്ന കിജാപെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? കിജാപെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം: കെനിയ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമേത്? ഉത്തരം: അമേരിക്ക. 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് റഷ്യ, ഇന്ത്യ 4ാം സ്ഥാനത്ത്. 2024 ഏപ്രിലിൽ ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ നാസയുടെ ലാൻഡ് സാറ്റ് 8 ഉപഗ്രഹം കണ്ടെത്തിയ ഗർത്തം. ഉത്തരം: ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ. 11ാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിന്റെ വേദി. ഉത്തരം: ജോർദാൻ. ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത ഏക സഹകരണ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ VN വാസവൻ. നാളികേര വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കു വേണ്ടി കേരള നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെന്ററിന്റെ പേരെന്താണ്? ഉത്തരം: തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം. ലോകത്ത് ആദ്യമായി ചന്ദ്രന്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം. ഉത്തരം: ചൈന. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള മറൈൻ ബയോളജി വിഭാഗത്തിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം ജലക്കരടിക്കു നൽകിയ പേര്. ഉത്തരം: പാറ്റിലിപ്സ് ചന്ദ്രയാനി. ചന്ദ്രയാൻ ദൗത്യത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ സൂക്ഷ്മജീവിക്ക് ബാറ്റിലസ് ചന്ദ്രയാനി എന്ന പേരു നൽകിയത്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്തായ റെയിൻബോ ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം ഏത്? ഉത്തരം: തിരുവനന്തപുരം. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്ന് പരാമർശിച്ച ഹൈക്കോടതി. ഉത്തരം: ബോംബെ ഹൈക്കോടതി. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ്. ഉത്തരം: സാക്ഷം. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ആര്? ഉത്തരം: ശ്രേയസ്. വൈക്കം സ്വദേശിയായ ശ്രേയസ്. അർജന്റീനിയൻ പ്രവിശ്യയായ ബ്യൂണസ് ഐറസിൽ നടന്ന വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയത് ആര്? ഉത്തരം: അലഹാന്ദ്ര മരീസ റോഡ്രിഗസ്. 60 വയസ്സുള്ള ഒരാൾ ആദ്യമായിട്ടാണ് വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടുന്നത്. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024 നേടിയ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം: അലോക് ശുക്ല. ചണ്ഡീഗഡ് സ്വദേശിയാണ് അലോക് ശുക്ല. സ്ത്രീധനത്തിൽ ഭർത്താവിന് പങ്കില്ല എന്ന് അടുത്തിടെ വിധി പ്രഖ്യാപിച്ച കോടതി. ഉത്തരം: സുപ്രീം കോടതി. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ. ഉത്തരം: നിർഭയ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ ഒഡീഷ തീരത്തു നിന്നാണ് പരീക്ഷിച്ചത്. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച പാലസ്തീൻ സാഹിത്യകാരൻ ആര്? ഉത്തരം: ബാസി ഗൻദാഗ്ജി.
പുരസ്കാരം ലഭിച്ച നോവൽ എ മാസ്ക് ദ കളർ ഓഫ് ദ സ്കൈ. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖത്തിന്റെ പേര് കാങ്കാസന്തുറൈ തുറമുഖം. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യത്തിനു നൽകിയ പേര്. ഉത്തരം ലിറ്റ്സിയ വാഗമണിക. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത ആര്? ഉത്തരം സജന സജീവൻ. ഒന്നാമത്തെ മലയാളി വനിത മിന്നുമണിയാണ്. 2024 നടക്കുന്ന T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഉത്തരം ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗ്, ക്രിസ് ഗെയിൽ, ജമൈക്കൻ അത്ലറ്റ് ഉസൈൻ ബോൾട്ട് എന്നിവരെയാണ് 2024 നടക്കുന്ന T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തത്. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഉത്തരം രോഹിത് ശർമ്മ. വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2024 ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം ലിമ. 2024 ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത്? ഉത്തരം ദുബായ്. ഇന്ത്യൻ വനിതാ നാവികരുടെ ആദ്യ ലോകസഞ്ചാരത്തിന് തയ്യാറെടുക്കുന്ന നാവികസേനയിലെ മലയാളി വനിത? ഉത്തരം ലെഫ്റ്റ് കമാൻഡർ കെ ദിൽന. പായ്ക്കപ്പലിന്റെ പേര് തരണി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ? ഉത്തരം പ്രതിബിംബ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം അബുദാബി. ലോക തൊഴിലാളി ദിനം എന്നാണ്? ലോക തൊഴിലാളി ദിനം മെയ് 1. 2024 ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം? മാറുന്ന കാലാവസ്ഥയിൽ ജോലിയിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു എന്നതാണ് 2024 ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം? ഉത്തരം മെയ് 3. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 159ാമത് സ്ഥാനം. അടുത്തിടെ അന്തരിച്ച PG ജോർജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഫുട്ബോൾ. ലോക തൊഴിലിട സുരക്ഷാ ആരോഗ്യ ദിനം എന്നാണ്? ലോക തൊഴിലിട സുരക്ഷാ ആരോഗ്യ ദിനം ഏപ്രിൽ 28. 2024 ലോക തൊഴിലിട സുരക്ഷാ ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? തൊഴിലിൽ സുരക്ഷയും ആരോഗ്യത്തിലും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അനന്തരഫലങ്ങൾ എന്നതാണ് 2024 ലോക തൊഴിലിട സുരക്ഷാ ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ഉത്തരം സ്നേഹപൂർവം പദ്ധതി.